ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രീനി ക്രിയേഷൻസ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഒരു ലെയർ കുർത്തിയാണ്. 3 ലെയറായിട്ട് വരുന്ന ഒരു കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് കുർത്തിയായിട്ടും ഫ്രോക്കായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. 3 ലെയറാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മളിവിടെ തുണി എടുത്തിട്ടുള്ളത് കോട്ടൻ്റെ മെറ്റീരിയലാണ്. 3 മീറ്ററാണ് തുണി എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് യോക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കണം. യോക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തുണി ഒന്ന് 4ആയിട്ട് മടക്കി കൊടുക്കണം. അപ്പോൾ അതായത് ഇവിടെ 2ആയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇതിനെ വീണ്ടും ഒന്നും കൂടെ മടക്കി കൊടുക്കുക. അങ്ങനെ 4ആയിട്ടാണ് ഞാനിവിടെ തുണി മടക്കി കൊടുത്തിട്ടുള്ളത്. 4ആയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. തുണി ഇവിടെ 4ആയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി യോക്കിൻ്റെ ലെങ്ത്ത് എനിക്കിവിടെ വേണ്ടത് 14 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് 15 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. 15 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 15 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി ഇതൊന്ന് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ യോക്ക് പോർഷന് വേണ്ട തുണി ഇവിടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ 6.5 ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ 6.5 മാർക്ക് ചെയ്തിട്ടുണ്ട്. ആം ഹോളും അതേമാതിരി 6.5 ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ 2 പോയിൻറ്റും ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ചെസ്റ്റിൻ്റെ അളവാണ്. അപ്പോൾ ഈ കുർത്തീൻ്റെ ചെസ്റ്റ് അളവ് വരുന്നത് 34 ആണ്. അപ്പോൾ അതിന് 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8.5, 8.5ൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് 10 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ 10 ഇഞ്ച് ഇതങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മിഡിലൊന്ന് മാർക്ക് ചെയ്തിട്ട് മിഡിലൊന്നിങ്ങനെ മാർക്ക് ചെയ്തിട്ട് ആം ഹോളൊന്ന് വരച്ചു കൊടുക്കാം. ആം ഹോൾ ഇങ്ങനെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇത് ബാക്കിലെ ആം ഹോളാണ്. ഫ്രണ്ടിലെ ആം ഹോൾ വരയ്ക്കുമ്പോൾ നമ്മളിത് അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് താഴേക്കൊന്ന് ഇറക്കി മാർക്ക് ചെയ്തിട്ട് വേണം ഫ്രണ്ടിലെ ആം ഹോൾ വരച്ചു കൊടുക്കാൻ. അപ്പോൾ അത് രണ്ടും നമ്മളിവിടെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നെക്കിൻ്റെ അളവാണ്. നെക്ക് ഞാനിവിടെ നെക്ക് വിഡ്ത്ത് 2.25 കൊടുക്കുന്നത്. നെക്ക് വിഡ്ത്ത് 2.25. നെക്കിൻ്റെ ലെങ്ത്ത് 5.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. താഴെയും 2.25 കൊടുത്ത് ഇതൊരു ബോക്സ് മാതിരി വരച്ചെടുക്കുന്നുണ്ട്. ഇനി എനിക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഷേപ്പ് ഒന്നുകൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ അതാ ഒരു വി ഷേപ്പ്, കറക്റ്റായിട്ടൊരു വി അല്ല, ഒന്നിങ്ങനെ കർവ് ചെയ്തിട്ടുള്ള ഒരു വി ഷേപ്പാണ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത്. റൗണ്ടും അല്ല വിയും അല്ലാത്തൊരു മോഡലാണ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത്. ബാക്കിലെ നെക്ക് ഞാനിവിടെ 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ബാക്കിലെ നെക്ക് ഇങ്ങനെയൊന്ന് റൗണ്ട് ഷേപ്പിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴ്ഭാഗത്തെ വിഡ്ത്ത് 30 ഇഞ്ചാണ് വരുന്നത്. 30ൻ്റെ 4 എടുക്കുമ്പോൾ 7.5 ഇഞ്ച്. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും ചേർക്കുമ്പോൾ 9 ഇഞ്ച് ഇവിടെ ഒന്നിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതൊന്നിങ്ങനെ 2 പോയിൻറ്റും ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം. ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് മുകളിലേക്ക് 1 ഇഞ്ച് മുകളിലേക്ക് ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതാ താഴ്ഭാഗം ഇങ്ങനെയൊന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. താഴ്ഭാഗം ഇങ്ങനെയൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ യോക്കിൻ്റെ മാർക്കിങ്, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ അതൊന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബാക്കിലെ പീസൊന്ന് മാറ്റി വെച്ചിട്ട് ഫ്രണ്ടിലെ നെക്കും ഫ്രണ്ടിലെ ആം ഹോളും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതൊന്ന് കറക്റ്റായിട്ട് വെച്ചിട്ട് ഇനി നമുക്ക് ഫ്രണ്ടിലെ നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ടിലെ നെക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേമാതിരി തന്നെ ഫ്രണ്ടിലെ ആം ഹോളും. ഫ്രണ്ടിലെ ആം ഹോളും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം.
ഇനി അടുത്തതായിട്ട് നമുക്ക് ലെയറാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തുണി ഇതവിടെ ഞാൻ 4ആയിട്ട് ഇങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻസ് വരുന്നത് ഇങ്ങനെ ഒരേ ഡയറക്ഷനിലേക്കാണ്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ 2ആയിട്ട് മടക്കിയിടുമ്പം ഇതിൻ്റെ ഡിസൈൻ ഇങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ താഴത്തേക്ക് വരും. അതുകൊണ്ട് ഞാനിതൊന്ന് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതൊന്നിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഡിസൈൻ രണ്ടും ഒരേ സൈഡിലേക്ക് ഒരേ ഡയറക്ഷനിലേക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് തിരിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നിങ്ങനെ തിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ തുണി നമ്മളിങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും ലെയർ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മടക്കിയിട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് 3 ലെയറായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ലെയറിന് നമുക്ക് എത്ര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഈ കുർത്തീൻ്റെ ടോട്ടൽ ലെങ്ത്ത് എനിക്ക് വേണ്ടത് 47 ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത്ത് വേണ്ടത്. അതിൽ 14 ഇഞ്ച് നമ്മൾ യോക്കിന് വേണ്ടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 14 ഇഞ്ച് യോക്കിന് വേണ്ടി കട്ട് ചെയ്തെടുത്തു. അപ്പോൾ അതിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ 47-ന്ന് 14 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 33 ഇഞ്ചാണ്. ഈ 33-നെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യണം. നമ്മളിവിടെ 3 ലെയറാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് 3ആയിട്ട് ഡിവൈഡ് ചെയ്യണം. 3ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 11 ഇഞ്ചാണ്. ഈ 11 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ ചേർത്ത് 12 ഇഞ്ചാണ് നമ്മൾ ഒരു ലെയറിന് വേണ്ടിയിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് നമ്മൾ ഫസ്റ്റത്തെ ലെയർ 12 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. 12 ഇഞ്ച് മാർക്ക് ചെയ്തു. അതേമാതിരി ഈ അറ്റത്തും 12 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കതൊന്ന് ലൈൻ വരച്ചു കൊടുക്കാം. അപ്പോൾ അതിങ്ങനെ ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതായി ഫസ്റ്റത്തെ ലെയർ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതന്നെ അങ്ങനെ കറക്റ്റായിട്ട് തന്നെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് അടുത്ത ലെയർ കട്ട് ചെയ്യാം. അപ്പോൾ അതൊന്നിങ്ങനെ വെച്ച് കൊടുത്തിട്ട് വീണ്ടും ഒന്നിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുത്ത ലെയറും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് അടുത്ത ലെയറും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടുത്ത ലെയർ കട്ട് ചെയ്യാൻ വേണ്ടി വീണ്ടും നമ്മൾ കട്ട് ചെയ്തെടുത്ത ഇതൊന്ന് കറക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ അതാ 3ാമത്തെ ലെയറും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി വരുന്ന തുണിയിൽ നമുക്ക് സ്ലീവ് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ലെയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 3 ലെയർ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ലെയറിൻ്റെ ലെങ്ത്ത് നമ്മളിവിടെ 12 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടാണ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എത്ര വിഡ്ത്ത് വേണമെന്നുള്ളത് നമ്മൾ നോക്കിയിട്ടില്ല. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് വെക്കണം. ഇപ്പോൾ അതാ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള 2 തുണി ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലെയറിന് വേണ്ടി എത്ര തുണി വേണം നോക്കാൻ. നമ്മൾ യോക്ക് പാർട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പാർട്ട് ഫ്രണ്ടിലെ പാർട്ട് മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഏതെങ്കിലും ഒരു പാർട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് താഴത്ത് ഇത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് താഴത്ത് എത്ര വീതി വരുന്നുണ്ട് നോക്കണം. അപ്പോൾ അത് നമുക്കിത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഇതൊന്ന് അളന്ന് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 18 ഇഞ്ചാണ് നമുക്കിതിൻ്റെ അളവ് കിട്ടുന്നത്. യോക്ക് പാർട്ടിൻ്റെ താഴ്വശം നമുക്ക് കിട്ടുന്ന അളവ് 18 ഇഞ്ചാണ്. അപ്പോൾ നമുക്കിത് അളന്ന് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 18 ഇഞ്ചാണ്. ഈ 18 ഇഞ്ചിൻ്റെ കൂടെ നമ്മളൊരു 15 ഇഞ്ചും കൂടെ ചേർത്തിട്ട് വേണം ഫസ്റ്റത്തെ ലെയർ കട്ട് ചെയ്തെടുക്കാൻ. ഇത് നമുക്ക് 18 ഇഞ്ചാണ് കിട്ടിയത്. 18 ഇഞ്ചിൻ്റെ കൂടെ നമ്മളൊരു 15 ഇഞ്ചും കൂടെ ചേർക്കുമ്പോൾ കിട്ടുന്നത് 33 ഇഞ്ചാണ്. അപ്പോൾ 33 ഇഞ്ചാണ് നമ്മളിവിടെ ഫസ്റ്റത്തെ ലെയർ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. കറക്റ്റാണ്. ഫസ്റ്റത്തെ ലെയർ നമുക്ക് 33 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കണം. ഇവിടെ 33 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഫസ്റ്റത്തെ ലെയറിന് വേണ്ടി 33 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമുക്കത് കട്ട് ചെയ്യാം. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഫസ്റ്റത്തെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും 2 പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം.
അപ്പോൾ അതിൽ ബാലൻസ് വന്നിട്ടുള്ളതാണ് രണ്ട് പീസ് ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ബാലൻസ് വന്നിട്ടുള്ള തുണിയാണിത്. ഇത് അടുത്തതിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ ആവശ്യം വരും. ഇപ്പോൾ ഇത് അടുത്ത ലെയറിന് വേണ്ടിയിട്ട് 2 പീസും ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ലെയറിനെ നമ്മൾ എടുത്തു കൊടുക്കേണ്ടത്, നമുക്ക് ഫസ്റ്റ് ലെയർ 33 ഇഞ്ചാണ് നമ്മൾ എടുത്തു കൊടുത്തത്. അപ്പോൾ ആ 33 ഇഞ്ചിൻ്റെ കൂടെ 15 ഇഞ്ചും കൂടെ ചേർക്കുമ്പോൾ 48 ഇഞ്ചാണ് അടുത്ത ലെയറിന് വേണ്ടി നമ്മൾ എടുത്തു കൊടുക്കേണ്ടത്. 48 ഇഞ്ചാണ് നമ്മൾ എടുത്തു കൊടുക്കേണ്ടത്. ഇതിൻ്റെ മൊത്തം ലെങ്ത്ത് വരുന്നത് 44 ഇഞ്ചാണ്. അപ്പോൾ 44 ഇഞ്ചാകുമ്പോൾ നമുക്കൊരു 4 ഇഞ്ച് തുണി ഇവിടെ കൂടുതൽ എടുത്തു കൊടുക്കണം. അപ്പോൾ 2 സൈഡിലേക്ക് നമുക്കൊരു 4 ഇഞ്ച് വരുന്ന മാതിരി ഒരു തുണി എക്സ്ട്രാ നമുക്കിവിടെ ജോയിൻ ചെയ്ത് കൊടുക്കണം. 4 ഇഞ്ച് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇവിടെ ഞാനിവിടെ ഓരോ ലെയറിനും 15 ഇഞ്ചാണ് കൂടുതൽ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 15 ഇഞ്ച് തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല, 20 ഇഞ്ച് കൊടുക്കാം. കൂടുതൽ ലെയർ നല്ല ഫ്രിൽസ് വരണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കൊടുത്തിട്ട് ഒരു 20 ഇഞ്ച് കൂടുതൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് 3 മീറ്ററിൽ ചെയ്യുമ്പോൾ നമുക്കൊരു 15 ഇഞ്ച് കൊടുക്കുമ്പോഴാണ് കറക്റ്റായിട്ട് തുണി കറക്റ്റായിട്ട് വരിക. കൂടുതൽ ഫ്രില്ലൊക്കെ വരണമെന്നാണെങ്കിൽ നിങ്ങൾ കൂടുതൽ തുണി എടുത്തിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു 4 ഇഞ്ചും കൂടെ 2 സൈഡിലേക്കും ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും 4 ഇഞ്ച് തുണി ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാനുള്ള 2 പീസ് തുണി ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് മടക്കി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് 3ാമത്തെ ലെയറിന് വേണ്ടിയിട്ട് നമ്മളെ തുണി കട്ട് ചെയ്തെടുത്ത തുണി ഇവിടെ ഉണ്ട്. ഇത് നമുക്ക് 44 ഇഞ്ചാണുള്ളത്. അപ്പോൾ 2ാമത്തെ ലെയർ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തത് 48 ഇഞ്ചിലാണ്. അപ്പോൾ ഈ 48 ഇഞ്ചിൻ്റെ കൂടെ 15 ഇഞ്ച് ചേർക്കുമ്പോൾ നമുക്ക് 63 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് 63 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് 44ആണ്. ഇതിൻ്റെ കൂടെ നമുക്ക് 15 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ കൂടെ അപ്പോൾ നമുക്ക് 15 ഇഞ്ച് വരുന്ന വേറൊരു തുണി നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് ബാക്കി വന്നിട്ടുള്ള തുണിയിൽ നിന്ന് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ഭാഗത്തേക്കും ജോയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു 16 ഇഞ്ച് വരുന്ന ഒരു തുണി ഇങ്ങനെ 2 തുണികൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തയ്യൽ തുമ്പടക്കം നമ്മൾ 15 ഇഞ്ചാണെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടെ അധികം നമ്മളെടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 പീസ് തുണി ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജോയിൻ ചെയ്തെടുക്കണം. ഇനി അടുത്തതായിട്ട് സ്ലീവ് കട്ട് ചെയ്യുക. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ തുണി 4ആയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ചെറിയ പഫ് സ്ലീവാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 8.5 ഞാൻ അവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. 8.5 ഞാൻ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ വീതി 9 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. 9 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് താഴേക്ക് ഒരു 3.25 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഷേപ്പ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഷേപ്പ് ചെയ്ത് വെച്ചു. ഇനി ഇവിടുന്ന് നേരെ താഴേക്ക് ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി പഫിന് വേണ്ടിയിട്ട് ഒരു 4 ഇഞ്ച് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് 1 ഇഞ്ച് 1.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം ഇവിടുന്ന് ഒരു 4.5 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ടിതൊന്ന് നമ്മൾ ഈ 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഈ പോയിൻറ്റിലേക്ക് ഇങ്ങനെയൊന്ന് എടുത്തിട്ട് ഇതൊന്നിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെയൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഇവിടെ നിങ്ങൾക്ക് മുകളിൽ മാത്രം പഫ് മതിയെന്നുണ്ടെങ്കിൽ ഇവിടെ കറക്റ്റായിട്ട് എത്രയാണോ അളവ് അതിനനുസരിച്ച് എടുത്ത് കൊടുക്കുക. അതല്ല താഴെയും ചുരുക്ക് ഇടുന്നുണ്ടെങ്കിൽ മാത്രം ഈ ലെങ്ത്ത് ഈ വിഡ്ത്ത് എടുത്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ താഴെയും ചുരുക്ക് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ഇത്ര വിഡ്ത്തിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാനതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ ഒരു സൈഡ് ഫ്രണ്ടിലെ സൈഡ് മാത്രം നമുക്കൊന്ന് കുറച്ചൊന്ന് ഇറക്കി ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം താഴെ നമ്മൾ ഫ്രില്ല് വെച്ച് സ്റ്റിച്ച് മടക്കി തയ്ച്ചു കൊടുക്കാൻ വേണ്ടി 2 ഇഞ്ച് വീതിയിൽ 2 പീസ് തുണി എടുത്തിട്ടുണ്ട്. എത്രയാണ് നിങ്ങളെ താഴ്ഭാഗത്ത് വീതി
വണ്ണം വരുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അത് ഞാനിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്ലീവിൻ്റെ കട്ടിങ്. ഇനി അടുത്തതായിട്ട് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു പീസ് തുണി രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മളിത് ഫ്രണ്ടിലെ പാർട്ടൊന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിൻ്റെ നെക്ക് കറക്റ്റായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്ന് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. നെക്ക് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് മാറ്റി കൊടുത്തതിന് ശേഷം അതിന് ചുറ്റും ഒരു 2 ഇഞ്ചോ 1.5 ഇഞ്ചോ ഒരു 2 ഇഞ്ചോ വരുന്ന മാതിരി ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് അങ്ങനെയാണ് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളത് കിട്ടുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഇതൊന്നിങ്ങനെ വെച്ച് കൊടുക്കുക. ഇതിങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നല്ല വശത്ത് വേണം വെച്ച് കൊടുക്കാൻ. ഇതിൻ്റെ നല്ല വശത്ത് വെച്ച് വേണം ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതായത് ഒന്നിങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിത് അവിടെ ആദ്യം തന്നെ ഇതിൻ്റെ അറ്റം ഒന്ന് മടക്കി തയ്ച്ചു കൊടുത്തതിന് ശേഷമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിന് ചുറ്റും ചെറിയ കട്ടുകൾ കൊടുക്കാം. തയ്യലിൽ പെടാതെ വേണം കട്ട് ചെയ്തെടുക്കാൻ. അതിനുശേഷം ഇതൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഫുള്ളായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഈ തുണിയിലല്ല, ഈ തുണിയിൽ ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതൊന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ നെക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ടിലെ നെക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബാക്കിലെ നെക്കും അതേമാതിരി തന്നെ ബാക്കിലെ നെക്കും ഞാനിങ്ങനെ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇത് അപ്പുറത്തേക്ക് തിരിച്ചിട്ടിട്ടില്ല. അതിൻ്റെ മുമ്പായിട്ട് നമുക്കിതൊന്ന് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഇതിൻ്റെ ഉള്ളിലേക്ക് ഫ്രണ്ടിലെ പീസ് ഒന്നിങ്ങനെ വെച്ച് കൊടുത്തതിൻ്റെ ശേഷം ഇതാ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വെച്ച തുണി ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുക. അതിന് ശേഷം ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതവിടെ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിലെ നെക്കും ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്ലീവാണ് ചെയ്യേണ്ടത്. സ്ലീവ് ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ നമുക്കിത് അതിലൊന്ന് ചുരുക്കിട്ടെടുക്കണം. മുകൾ ഭാഗത്ത് നമുക്ക് പഫിന് വേണ്ടിയിട്ട് ചെറിയ ചുരുക്കുകൾ ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ മെഷീനിൽ വലിയ ലോങ് സ്റ്റിച്ച് കൊടുത്തതിൻ്റെ ശേഷം നൂല് വലിച്ചു കൊടുത്താൽ മതി. ഇവിടുന്ന് ഇതുവരയ്ക്കും ലോങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നൂല് വലിച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെറിയ ചുരുക്കുകൾ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ അതിൽ ചെറിയ പ്ലീറ്റ്സ് വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അതേമാതിരി തന്നെ താഴ്ഭാഗത്തും ചെറിയ പ്ലീറ്റ്സ് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ അതിങ്ങനെ മുകൾ ഭാഗത്ത് ഇങ്ങനെ പഫ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം താഴെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്കിത് താഴ്ഭാഗത്ത് നമ്മളിത് 2 ഇഞ്ച് വീതിയിൽ തുണി എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അത് ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് വീണ്ടും ഒന്ന് താഴെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ആദ്യം നമുക്കിത് ഇതൊന്ന് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് താഴെ ഇങ്ങനെയൊന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതൊന്ന് മടക്കി വീണ്ടും ഒന്നും കൂടെ മടക്കിയിട്ട് ഇതെങ്ങനെയൊന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഒരുപാട് വീതി ഇല്ലാതെ ഇങ്ങനെയൊന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അത് 2 സ്ലീവും ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇവിടെ ഒരു നോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റായിട്ട് എവിടെയാണെന്ന് നോക്കിയതിൻ്റെ ശേഷം ആ ഭാഗം കറക്റ്റ് ഇവിടെ വരുന്ന മാതിരി നമ്മളൊന്ന് വെച്ചിട്ട് ഷോൾഡറിൻ്റെ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തതിൻ്റെ ശേഷം ഇവിടുന്ന് ഇങ്ങോട്ടും അതേമാതിരി ഇവിടുന്ന് അങ്ങോട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമ്മളിത് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത് കൂടുതൽ വരുന്നുണ്ടെങ്കിൽ ഒരു ചുരുക്കും കൂടെ അവിടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇതാ 2 സ്ലീവും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിത് 2 സ്ലീവും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനി അടുത്തതായിട്ട് നമുക്കിത് നമ്മൾ ലെയർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് കറക്റ്റ് ചുരുക്ക് വെച്ച് ഇതിൻ്റെ അളവിലേക്ക് ചുരുക്കിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ വെച്ച് ചുരുക്കിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
അങ്ങനെ ചെറിയ ചുരുക്കുകളിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതല്ലെങ്കിൽ ഞാനിപ്പോൾ ഇതാ ഇതിൻ്റെ മുകൾ ഭാഗത്ത് മെഷീനിലെ ഏറ്റവും വലിയ സ്റ്റിച്ച് വെച്ചിട്ട് ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നൂല് വലിച്ച് ഒന്ന് കട്ട് ചെയ്യുക. അതിന് ശേഷം നമുക്കിതിലൊരു നൂല് പിടിച്ച് വലിച്ചിട്ട് ചെറിയ ചുരുക്കുകൾ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ വലിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്കിതിൽ ചെറിയ ചുരുക്കുകൾ കിട്ടും. ഇതിൻ്റെ ഒരു നൂല് മാത്രം എടുത്തിട്ട് മെല്ലെ മെല്ലെ ഇങ്ങനെ വലിച്ച് ചുരുക്കുകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ആദ്യത്തെ ലെയർ ഇങ്ങനെ ചെറിയ നൂല് വലിച്ചിട്ട് ചെറിയ ചുരുക്കുകൾ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അത് ഇതിനെ കണക്കാക്കി ചുരുക്കുകൾ വലിച്ച് നമ്മൾ കറക്റ്റാക്കി വെക്കണം. ഇപ്പോൾ അതാ ഇതിന് കറക്റ്റായിട്ടാണ് നമ്മൾ ഈ നൂല് വലിച്ച് ചുരുക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്ത ലെയറും നമ്മളിത് ചുരുക്കിട്ട് എടുത്തിട്ടുണ്ട്, നൂല് വലിച്ച് ചുരുക്കിട്ട് വെച്ചിട്ടുണ്ട്. അതും ഇതിനെ കറക്റ്റായിട്ട് ഫസ്റ്റത്തെ ലെയറിന് കറക്റ്റായിട്ട് നൂല് വലിച്ച് ഇങ്ങനെ ചുരുക്കിട്ട് വെച്ചിട്ടുണ്ട്. കറക്റ്റ് ചെയ്ത് നൂല് വലിച്ച് കറക്റ്റ് ചെയ്ത് വെക്കുക. കറക്റ്റ് അല്ലെങ്കിൽ നമ്മളിതൊന്ന് മെല്ലെ ഒന്ന് വലിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെയൊന്ന് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ഇത് രണ്ടും ചേർത്ത് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതേമാതിരി തന്നെ അടുത്ത ലെയറും നമ്മളിങ്ങനെ നൂല് വലിച്ച് വലിച്ചൊന്ന് നമുക്ക് ഈ മൂന്നും ചേർത്ത് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്കേർട്ട് പോർഷൻ ഫസ്റ്റത്തെ ലെയറും സെക്കൻഡ് ലെയറും നമ്മളിങ്ങനെ നൂല് വലിച്ച് ചുരുക്ക് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതും ഇതേമാതിരി തന്നെ നമ്മൾ ചുരുക്ക് വെച്ച് എടുക്കണം. അതിന് ശേഷം മൂന്നൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഞാൻ അപ്പോൾ ഇത് മൂന്നും ജോയിൻ ചെയ്തതിൻ്റെ ശേഷം നമുക്ക് കാണിക്കാം. ഇപ്പോൾ ഇതാ സ്കേർട്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 3 ലെയറും നമ്മളിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 3 ലെയറും ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ അതാ നമ്മൾ സ്കേർട്ട് പാർട്ട് റെഡി ആയിട്ടുണ്ട്. ഫ്രണ്ടിലെ പീസും അതേമാതിരി ബാക്കിലെ പീസും നമ്മളിങ്ങനെ 3 ലെയറും ജോയിൻ ചെയ്തെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതൊന്ന് നമ്മൾ യോക്കുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ നല്ല വശവും ഇതിൻ്റെ നല്ല വശവും ചേർത്ത് വയ്ക്കുക. അതിന് ശേഷം അതൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. അങ്ങനെയൊന്ന് വെച്ച് ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അങ്ങനെയൊന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. യോക്കും സ്കേർട്ട് പോർഷനും ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തു. അതേമാതിരി തന്നെ സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം താഴെ രണ്ടായിട്ടൊന്ന് മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മളെ കുർത്തി റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം ലെങ്ത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് കുർത്തിയായിട്ടും ഫ്രോക്കായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.